ഹായ് ഡിയർ സ്റ്റുഡൻസ്, ആധുനിക ഭൗതികശാസ്ത്രത്തിൻ്റെ പിതാവെന്നാണ് ആൽബർട്ട് ഐൻസ്റ്റീനെ അറിയപ്പെടുന്നത്. തിയറി ഓഫ് റിലേറ്റിവിറ്റിക്ക് രൂപം നൽകിയ ഭൗതിക ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. 1879 മാർച്ച് 14 മുതൽ 1955 ഏപ്രിൽ 18 വരെ 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രതിഭാധനനായ ശാസ്ത്ര ഗവേഷകനായി ഇദ്ദേഹം പരക്കെ അംഗീകരിക്കപ്പെട്ടിരുന്നു. സാമാന്യ തിയറി ഓഫ് റിലേറ്റിവിറ്റി ആധുനിക ഭൗതികശാസ്ത്രത്തിലെ ഒരു അടിസ്ഥാന ശിലകളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. ക്വാണ്ടം മെക്കാനിസമാണ് അടുത്തത്. ദ്രവ്യവും ഊർജവും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റിയുള്ള സമവാക്യമായ E=mc² ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ സമവാക്യമായി കണക്കാക്കപ്പെടുന്നു. ക്വാണ്ടം തിയറിയുടെ അടിസ്ഥാനം ഈ സമവാക്യമാണ്. 1921 ഭൗതിക ശാസ്ത്രജ്ഞനുള്ള നൊബേൽ പുരസ്കാരത്തിന് അദ്ദേഹം അർഹനായി. ലോക ചരിത്രത്തിൽ ഏറ്റവും സ്വാധീനിച്ച 100 വ്യക്തികളുടെ ഹ്രസ്വ ചരിത്രമാണ് ദ 100 എന്ന പേരിൽ മൈക്കിൾ ഹാർട്ട് 1978 പ്രസിദ്ധീകരിച്ച ഗ്രന്ഥം. ഈ ഗ്രന്ഥത്തിൽ 10-ാം സ്ഥാനമാണ് ഐൻസ്റ്റീനുള്ളത്. ആദ്യമേ തന്നെ ഐൻസ്റ്റീൻ്റെ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡുകളുടെ മെക്കാനിസത്തിനെ വിശദീകരിക്കാൻ പര്യാപ്തനല്ല എന്ന അഭിപ്രായം പരക്കെ ഉയരുന്നു. ഇത് തിയറി ഓഫ് റിലേറ്റിവിറ്റിയിലേക്ക് നയിച്ചു. തിയറി ഓഫ് റിലേറ്റിവിറ്റി സിദ്ധാന്തത്തിൻ്റെ തത്വങ്ങൾ ഗുരുത്വാകർഷണ മണ്ഡലങ്ങളിലേക്കും ബാധകമാണെന്ന ബോധ്യം ഐൻസ്റ്റീനുണ്ടായി. ഗുരുത്വാകർഷണം സംബന്ധിച്ച 1916 സിദ്ധാന്തത്തിലേക്കാണ് ഈ മേഖലയിലെ പഠനം ഐൻസ്റ്റീനെ നയിച്ചത്. പാർട്ടിക്കിൾ സിദ്ധാന്തം, ബ്രൗണിയൻ ചലനം സംബന്ധിച്ച സിദ്ധാന്തം എന്നിവയും പിന്നീട് ഐൻസ്റ്റീൻ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. പ്രകാശത്തിൻ്റെ താപഗുണത്തെപ്പറ്റിയുള്ള ഇദ്ദേഹത്തിൻ്റെ അന്വേഷണങ്ങൾ ഫോട്ടോൺ സിദ്ധാന്തത്തിന് അടിത്തറയിട്ടു. തിയറി ഓഫ് റിലേറ്റിവിറ്റി പ്രപഞ്ചത്തിൻ്റെ ആകെ ഘടന വിവരിക്കാനായി ഉപയോഗിക്കാനുള്ള ഉദ്യമവും നടത്തി. 300-ലധികം ശാസ്ത്ര പ്രബന്ധങ്ങളും 150 ശാസ്ത്രേതര ഗ്രന്ഥങ്ങളും ഐൻസ്റ്റീൻ രചിച്ചിട്ടുണ്ട്. ഒഴിവ് സമയത്ത് അദ്ദേഹം സ്വന്തം ഭൗതിക പരീക്ഷണങ്ങളിൽ മുഴുകി. 1905 5 ഗവേഷണ പ്രബന്ധങ്ങൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. അതിലെ വിപ്ലവകരമായ ചില ആശയങ്ങൾ ശാസ്ത്രലോകത്തെ പിടിച്ചുകുലുക്കുകയാണ് ചെയ്തത്. അതിലൊരു പ്രബന്ധം പ്രശസ്തമായ തിയറി ഓഫ് റിലേറ്റിവിറ്റി ആയിരുന്നു. അതിൽ പ്രപഞ്ചത്തിലെ വസ്തുക്കളുടെ കേവലമായ ചലനം ഒരു മിഥ്യയാണെന്നും ആപേക്ഷികമായ ചലനം മാത്രമേ ഉള്ളൂ എന്നും അദ്ദേഹം വാദിച്ചു. മറ്റൊരു പ്രബന്ധത്തിൽ അദ്ദേഹം വസ്തുവും ഊർജവും തമ്മിലുള്ള ബന്ധം ചർച്ച ചെയ്തു. ഈ പ്രസിദ്ധ നിർവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് 1945 ആറ്റം ബോംബ് ഉണ്ടാക്കിയത്. 1906 സൂറിച്ച് സർവകലാശാല അദ്ദേഹത്തെ പ്രൊഫസറാക്കി. 1916 അദ്ദേഹം ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പ്രസിദ്ധീകരിച്ചു. അത്യന്തം സങ്കീർണമായിരുന്നു ഈ സിദ്ധാന്തം. അന്ന് ലോകത്തിലെ 4 ശാസ്ത്രജ്ഞന്മാർക്ക് മാത്രമേ ഈ തിയറി മനസ്സിലായുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. ഇത് അദ്ദേഹത്തെ ഒരു മഹാശാസ്ത്രജ്ഞനാക്കി മാറ്റി. 1921 അദ്ദേഹം നൊബേൽ സമ്മാനത്തിന് അർഹനായി. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തെക്കുറിച്ചുള്ള പഠനമാണ് ഐൻസ്റ്റീനെ നൊബേൽ സമ്മാനത്തിന് അർഹനാക്കിയത്. മറ്റൊരു എപ്പിസോഡിൽ അടുത്തൊരു ശാസ്ത്രജ്ഞൻ്റെ വിശേഷമായി കാണാം. നന്ദി.